ഹ്രസ്വദൃഷ്ടി എന്നാൽ ദൂരെയുള്ള വസ്തുക്കൾ മങ്ങിക്കാണുകയും അത് അടുത്ത് ചെന്നാൽ മാത്രം കാണാൻ സാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇത് കണ്ണിൻ്റെ ഒരു അസുഖമല്ല, മറിച്ചൊരു കാഴ്ചക്കുറവാണ്. വസ്തുക്കളുടെ പ്രതിബിംബം കണ്ണിൻ്റെ നേത്രപടത്തിൽ പതിക്കാതെ അത് കണ്ണിൻ്റെ മുമ്പിൽ പതിക്കുന്നതാണ് ഈ അവസ്ഥയുടെ പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ അകലെയുള്ള വസ്തുക്കൾ നമ്മൾക്ക് കാണാൻ കഴിയാതെ വരുന്നു. ഇത് കണ്ണിൻ്റെ നേത്രഗോളത്തിൻ്റെ നീളം കൂടുന്നതുകൊണ്ടും അതുപോലെ തന്നെ ചിലപ്പോൾ ലെൻസിൻ്റെ വക്രത കൂടുന്നതുകൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. ദൂരെ ഇരുന്നാൽ കാണാൻ കഴിയാതെ വരിക, അടുത്തു പോയിരുന്നാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ, കണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വരിക, ചൊറിച്ചിലുണ്ടാവുക, തുടരെ കണ്ണിക്കുരു ഉണ്ടാവുക, തലവേദന ഉണ്ടാകുക, തല ചെരിച്ചു പിടിച്ചും കണ്ണ് ചുരുക്കി പിടിച്ചും നോക്കുക, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. പരിശോധനകൾ എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച പരിശോധിക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം. കണ്ണിൻ്റെ കാഴ്ച പരിശോധിച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ റെറ്റിന പരിശോധിക്കും. റെറ്റിന പരിശോധിച്ചതിന് ശേഷം ചിലപ്പോൾ അതിനനുസരിച്ച് അവർക്ക് പവർ നൽകാനുണ്ട്. ഫോറോപ്റ്റർ എന്ന മെഷീൻ ഉപയോഗിച്ചും അവരുടെ കാഴ്ച പരിശോധിക്കാവുന്നതാണ്. കണ്ണട കുറിച്ച് നൽകുകയാണെങ്കിൽ കണ്ണട അത് സ്ഥിരമായി ഉപയോഗിക്കുക തന്നെ വേണം. കണ്ണട സ്ഥിരമായി ഉപയോഗിച്ചില്ലെങ്കിൽ ആംബ്ലോപ്പിയ അല്ലെങ്കിൽ മടിയൻ കണ്ണ് എന്നുള്ള ഒരു കണ്ടീഷൻ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറേ കാലമായി മയോപ്പിയ ഉള്ള കുട്ടികളിൽ ചിലപ്പോൾ കണ്ണിൻ്റെ റെറ്റിനയിൽ ചേഞ്ചസ് ഉണ്ടാകാം. കണ്ണിൻ്റെ റെറ്റിന വിട്ടുപോകാൻ സാധ്യതയുണ്ട്, ഗ്ലോക്കോമ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, തിമിരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് കണ്ണട കുറിച്ച് നൽകുകയാണെങ്കിൽ അത് സ്ഥിരമായി ഉപയോഗിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. അടുത്തിരുന്ന് കളിക്കുകയും വായിക്കുകയും അകത്തിരുന്ന് മാത്രം ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും മൊബൈലും ഉപയോഗിക്കുന്നതിന് പകരം അവരെ പുറത്തിറങ്ങി കളിക്കാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. All eyes on myopia, सबको हो सकता है बचपन में मजा कम हो गया, माँ कहे दूर तो ये पापा क्या कहे आफत।